ഇന്നത്തെ വീഡിയോയിൽ ദുബായ് എയർ ഷോ അതിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം ദുബായ് എയർ ഷോയിൽ ഇന്ത്യ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. അതിൽ സൂര്യകിരൺ എന്ന് പറഞ്ഞ് നമ്മളുടെ ആ ഒരു ടീമുമായിട്ട്, എയറോബാറ്റിക് ടീമുമായിട്ട് UAE ഡിഫൻസ് മിനിസ്റ്ററുമായിട്ടൊക്കെ ചർച്ച നടത്തിയിട്ടുണ്ട്. അൽ മസ്റൂയി ഡിഫൻസ് കോപ്പറേഷൻ ശക്തമാക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള മീറ്റിംഗ്സ് ആണ് അവിടെ നടന്നത്. എനിവേ, അതൊരു സൈഡിൽ നിൽക്കട്ടെ. പക്ഷേ അവിടെ ഒരു കോമഡി സംഭവിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ഒരു ഇമേജ്, ഇന്ത്യയുടെ തേജാസ് MK1 ആ ഒരു എയർക്രാഫ്റ്റിൻ്റെ ഒരു ഇമേജ്, അതിൻ്റെ അടിയിൽ ഒരു കവർ വെച്ചിട്ട് കുറച്ച് ഓയിൽ ലീക്ക് ആകുന്നത് പോലത്തുള്ളൊരു ഇമേജ് ആദ്യം ഞാൻ കണ്ടപ്പോഴത്തേക്കും അത് വെറുതെ ഒരു AI ക്രിയേറ്റഡ് ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് നോക്കിയത്. പക്ഷേ അത് AI ഇമേജ് അല്ല, ശരിക്കും പറഞ്ഞാൽ അത് റിയലിസ്റ്റിക് ആയിട്ട് എടുത്ത ഫോട്ടോ തന്നെയാണ്. പക്ഷേ അത് കവറല്ല, അത് അബ്സോർപ്ഷൻ ബാഗാണ്. ഈ അബ്സോർപ്ഷൻ ബാഗ് എന്ന് വിളിക്കുന്നത് എല്ലാ ഫൈറ്റർ ജെറ്റുകൾക്കും ഉള്ള ഒരു പരിപാടിയാണ്. പ്രത്യേകിച്ച് ദുബായ് പോലത്തെ നഗരങ്ങളിലൊക്കെ നമ്മൾ എയർ ഷോ കൃത്യമായിട്ട് നമ്മൾ ഇത്രയും ടെമ്പറേച്ചർ, നിയർലി 40 ഡിഗ്രി ടെമ്പറേച്ചറുള്ള എയർപോർട്ടിൽ നല്ല വെയിലത്ത് കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുകയാണ്. അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന എയർക്രാഫ്റ്റിന് ശരിക്കും അവിടുത്തെ ആ ഒരു കമ്പോണൻസിന് വേണ്ടിയിട്ടൊക്കെ നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ എയർക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ 2 സിസ്റ്റം പ്രവർത്തിക്കും. ഒന്ന് ACS സിസ്റ്റം, എയർ കണ്ടീഷനിങ് സിസ്റ്റം, മറ്റൊന്ന് ECS സിസ്റ്റം. ECS സിസ്റ്റം എന്ന് പറയുന്നത് എൻവയറമെൻ്റൽ കൺട്രോൾ സിസ്റ്റം. ഇത് രണ്ടും അവിടെ പ്രവർത്തിക്കും. അപ്പോൾ ഇതൊരു സ്കാവഞ്ചിങ് സിസ്റ്റമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ എയർക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ കോക്പിറ്റ് മുതൽ കൊണ്ട് പല കാര്യങ്ങളും അതിൻ്റെ കമ്പോണൻസ് ഒക്കെ ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ്. കാരണം ഇലക്ട്രോണിക്സ് ആണല്ലോ. അപ്പോൾ അത് നിർത്താൻ വേണ്ടിയിട്ട് ചില സാഹചര്യങ്ങളിൽ ഇതിനകത്ത് ഐസിങ്, ഡി-ഐസിങ് എന്നുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏതൊരു AC-യിലും വെള്ളം വരുന്നത് പോലെയുള്ള ചില വാട്ടർ അക്യുമുലേഷൻസ് ഒക്കെ ഉള്ളിൽ സംഭവിക്കും. അപ്പോൾ അതൊരു പ്രത്യേക വാട്ടർ ടാങ്കിൽ ഇത് അക്യുമുലേറ്റ് ആവും. അതങ്ങനെ തുടർന്ന് അതിനകത്ത് തന്നെ കിടന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു കോക്പിറ്റ് ഏരിയ മൊത്തത്തിൽ ഈ ഒരു എയർക്രാഫ്റ്റ് തണുക്കുന്ന സമയത്തേക്ക് ഇത് ഫ്രീസ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വാട്ടർ പ്രത്യേകിച്ച് ലാൻഡ് ചെയ്തിരിക്കുന്ന സമയത്ത് തന്നെ ഇത് ഡ്രെയിൻ ചെയ്തെടുക്കുന്നതാണ് പതിവ്. ഇത് 5th ജെൻ അല്ല, 6th ജെൻ അല്ല, ഇനി ഏത് ഫൈറ്റർ ജെറ്റിലും ഇത് തന്നെയാണ് ഇതിൻ്റെ ടെക്നോളജി. അപ്പോൾ ഇതിലേക്ക് ഒരു വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള യാതൊരു അറിവുമില്ലാതെ പാകിസ്ഥാനികൾ ഇതിനെക്കുറിച്ചുള്ള യാതൊരു അറിവില്ലാണ്ട് ഈ ഇമേജ് എടുത്ത് പ്രചരിപ്പിച്ച് ഇന്ത്യക്കെതിരെ എന്തോ മോക്കിംഗ് ചെയ്യുന്ന കണക്ക്, കളിയാക്കുന്ന കണക്ക് അവർ ഈ ഒരു ഇമേജ് എടുത്ത് പ്രചരിപ്പിച്ചതാണ്. പക്ഷേ അത് പിന്നീട് അവർക്ക് തന്നെ തിരിച്ചടിയായി. കാരണം ഇത് എല്ലാ ഫൈറ്റർ ജെറ്റുകളിലുമുള്ള പരിപാടിയാണ്. അതിന് തൊട്ട് താഴെ പലരും വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇതൊരു നോർമൽ പ്രൊസീജിയറാണ്, ഇത് എല്ലാ ഫൈറ്റർ ജെറ്റുകൾക്കും ഉള്ളതാണ് എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇപ്പോൾ അവർ ചമ്മിയിരിക്കുകയാണ്. കാരണം അവർക്ക് ഈ ഒരു ഇമേജ് എടുത്ത് വെളിയിൽ വിട്ടത് ഒരു അബദ്ധമായി പോയി എന്നുള്ളത് ഇപ്പോൾ ഒരു തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊരു സൈഡിൽ നിൽക്കട്ടെ, അതൊരു കോമഡിയാണ്. പക്ഷേ എന്നാലും തേജാസ് അതിനുശേഷം മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. അതേപോലെ റഷ്യയുടെ സൈഡിലുള്ള പല വെപ്പൺസും അതേപോലെ തന്നെ എയർ ഡിഫൻസ് സിസ്റ്റമൊക്കെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ SU-57 മികച്ച പ്രകടനം കാഴ്ചവെച്ചു. SU-57 മനസ്സിലായോ, പുതിയ 5th ജെൻ ഫൈറ്റർ ജെറ്റ് 5.5 എന്നാണ് പറയുന്നത്. ആ രീതിയിലുള്ള ഫൈറ്റർ ജെറ്റ് മികച്ച പ്രകടനം SU-57. ഇതിൻ്റെ പ്രകടനം ഞാൻ എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇന്ത്യക്കുള്ളിൽ ടെക്നോളജി ട്രാൻസ്ഫർ അടക്കം അസംബ്ലി ലൈൻ പ്ലസ് മാനുഫാക്ചറിങ്, അതോടൊപ്പം എഞ്ചിൻ ടെക്നോളജി വരെ ട്രാൻസ്ഫർ ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുന്ന സാഹചര്യമാണ് റഷ്യ ഇന്ത്യക്കൊപ്പം. അപ്പോൾ അത് വരുന്ന ഡിസംബർ 5-ാം തീയതി പുടിൻ ഇന്ത്യ വിസിറ്റ് ചെയ്യാനിരിക്കുന്ന സമയത്ത് പല കരാറുകൾ ഒപ്പുവെക്കുന്നതിൽ ഇതും ഒരു നിർണായക കരാറായിട്ട് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ SU-57 വളരെ പ്രാധാന്യമുണ്ട്. അതിൻ്റെ ക്ലിപ്പിംഗ്സ് ഞാനിവിടെ ആഡ് ചെയ്യാൻ ശ്രമിക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കൂ. മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. വളരെ ഷോർട്ട് റേഞ്ചിൽ തന്നെ ടേക്ക് ഓഫ് നടക്കുന്നുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് അത് മാനുഫാക്ചറിങ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടെക്നോളജിക്കൽ മാർവലസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പോലണ്ട്, ബെലാറസ്, ഉക്രൈൻ ഈ ബോർഡറുകളിൽ ഒരു ചെറിയ തർക്കം, റെയിൽവേ ട്രാക്കിൽ ചില മാനിപ്പുലേഷൻസ് നടന്നതായിട്ടും, അതായത് ഇപ്പം നിലവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ റെയിൽവേ ലൈനൊക്കെ ഇപ്പം ക്ലോസ് ചെയ്തിരിക്കുകയാണ്, ബോർഡർ ഓപ്പൺ അല്ല. നവംബർ 17 മിനിഞ്ഞാന്ന് മുതലാണ് ഈ ഒരു ബോർഡർ ഓപ്പൺ ആയത്. അപ്പോൾ ആ ഓപ്പൺ ആയ സമയത്ത് പോളണ്ട് അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ ഈ റെയിൽവേ ട്രാക്കിൽ കുഴപ്പമുണ്ട്, ഇതിലെന്തോ ഒരു പന്തികേടുണ്ടെന്നുള്ളത് കണ്ടെത്തി ഈ റെയിൽവേ ട്രാക്കിൽ 2 കമ്പി ഇളക്കി വെച്ചിരുന്നത് വളരെ വൃത്തിയായിട്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അലിഗേഷനിൽ പ്രത്യേകിച്ച് അവർ നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ, അവർ ഉദ്ദേശിച്ചത് ബെലാറസുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ റഷ്യൻ ചാരന്മാരോ അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നടത്തിയിട്ടുണ്ടാവാം എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ ചെന്നെത്തി നിൽക്കുന്നത് ഉക്രൈനിയൻ ആയിട്ടുള്ള 2 ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ. ഇതിനു മുമ്പ് റഷ്യയിൽ നിന്ന് വരുന്ന റഷ്യൻ പൈപ്പ് ലൈൻ ഉണ്ടല്ലോ, ആ പൈപ്പ് ലൈനിൽ ഇതേപോലെ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട ഉക്രൈനിലെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനാണ് ആ പൈപ്പ് ലൈൻ പൊട്ടിച്ചത്, കടലിൻ്റെ അടിയിൽ കൂടെ വരുന്ന പൈപ്പ് ലൈൻ പൊട്ടിച്ചത്. എന്നിട്ട് ഇവർ റഷ്യയുടെ മേളിൽ പഴിചാരിക്കൊണ്ട് അന്വേഷണം നടത്തുകയും അവസാനം ഉക്രൈനിയൻ ആയിട്ടുള്ള ഇന്റലിജൻസ് ഓഫീസറാണ് ഈ പണി ഒപ്പിച്ചത് എന്നുള്ളത് തെളിഞ്ഞു. റഷ്യ ചോദിക്കുകയാണ്, ഞങ്ങളും കൂടി ഈ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ജർമ്മനി, അതേപോലെ ഇറ്റലി, ഫ്രാൻസ്, അതോടൊപ്പം റഷ്യയും കൂടി ചേർന്നിട്ട് വേണം ഈ പൈപ്പ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ. കാരണം ഈ പൈപ്പ് ലൈനിൻ്റെ റെസ്പോൺസിബിലിറ്റി റഷ്യയ്ക്കും കൂടി ഉള്ളതാണ്. എന്നിട്ട് ഇവർ സമ്മതിച്ചില്ല. സമ്മതിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പോളണ്ടിലെ കോടതി ഉത്തരവ് പറഞ്ഞതാണ്, ഇനി അഥവാ
റഷ്യയിൽ നിന്ന് വരുന്ന പൈപ്പ് ലൈൻ ഈ ഉക്രൈനിയനായിട്ടുള്ള ഈ ഒരു ഇന്റലിജൻസ് ഓഫീസർ പൊട്ടിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും പുള്ളിയെ എക്സ്ട്രാഡിറ്റ് ചെയ്യാൻ പോളണ്ടിൽ നിന്നും വിട്ടുതരാൻ അവർ തയ്യാറല്ല എന്നാണ് പറഞ്ഞത്. മീൻസ് കോടതി പാർഷ്യലി പുള്ളിക്കാരനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു നിലപാടാണ് എടുത്തത്. അപ്പം പിന്നീട് ആ വ്യക്തി ഇപ്പം ഉക്രൈൻ്റെ ഉള്ളിൽ പഴയതുപോലെ തന്നെ ഇന്റലിജൻസ് വർക്കുമായിട്ട് നടക്കുകയാണ്. അതേപോലത്തെ 2 വ്യക്തികളാണ് ഈ പോളണ്ടിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഈ റെയിൽവേ ട്രാക്ക് പറിച്ചു മാറ്റിയത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. പോളണ്ടിൻ്റെ ടസ്ക് പറഞ്ഞിരിക്കുകയാണ്, ഇതിപ്പോൾ ഇങ്ങനെ കണ്ടെത്തിയ സ്ഥിതിക്ക് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിക്ക് ഇന്ന് നാവ് പൊന്തുന്നില്ല. അപ്പോൾ അത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ടാണ്. ഇപ്പോൾ അത് പതിയെ അങ്ങ് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. ഇതാണ് യൂറോപ്പ്. ഈ യൂറോപ്പിൻ്റെ ഇരട്ടത്താപ്പാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നടത്തിയ ഉക്രൈൻ്റെ ഇൻറ്റൻഷൻ എന്താണ്? അതായത് പർപ്പസ്ഫുള്ളി ഒരു കാരണവശാലും ഈ യൂറോപ്യൻ രാജ്യങ്ങളോ നാറ്റോ രാജ്യങ്ങളോ റഷ്യയുമായിട്ട് യുദ്ധം നിർത്തുന്ന രീതിയിലുള്ള ഒരു നീക്കുപോക്കുകളിലേക്ക് വരാൻ പാടില്ല, ഒരു ചർച്ചയ്ക്ക് മുന്നോട്ട് വരാൻ പാടില്ല. അതാണ് ഉക്രൈൻ്റെ നിലപാട്, സെലൻസ്കിയുടെ നിലപാട്. ഇതാണ് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. ഉക്രൈനിൽ സെലൻസ്കി ഇപ്പം ഇന്നലെ ഞാൻ സമാധാന ചർച്ചയ്ക്ക് തയ്യാറാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താണ് പറഞ്ഞിട്ട് കാര്യം? വീണ്ടും ഇതേപോലത്തെ കണ്ടീഷനായിരിക്കും വെക്കാൻ പോകുന്നത്. നാറ്റോയിൽ മെമ്പർ ആവണം, അതുപോലെ തന്നെ അമേരിക്ക സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ തരും, ഇങ്ങനത്തെ കണ്ടീഷൻസ് ആയിരിക്കും വെക്കാൻ പോകുന്നത്. പിന്നെ റഷ്യ പിടിച്ചെടുത്ത സ്ഥലങ്ങളൊക്കെ വിട്ടുതരണം, പിന്നെ അതിന് കോമ്പൻസേഷൻ ഒരു 200 ബില്യണോളം തരണം എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഉയർത്താനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് ഈ വാർത്ത തുടരെ മോണിറ്റർ ചെയ്യുന്ന നമുക്ക് അതിൽ വലിയ പ്രത്യേകതയൊന്നും തോന്നുന്നില്ല. അതിൽ എന്തെങ്കിലുമൊക്കെ റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ ചേഞ്ചസ് എന്തെങ്കിലും സംഭവിക്കട്ടെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഈ ഡൽഹിയിൽ പൊട്ടിത്തെറിച്ച ഒമർ നബിയില്ലേ, ഈ ഒമർ നബിയുടെ ഒരു ആർക്കൈവ്സിൽ നിന്നുള്ളൊരു വീഡിയോ, അത് പൊട്ടിത്തെറിക്കുന്നതിൻ്റെ ഒരാഴ്ചയ്ക്ക് മുമ്പോ ഒരു മാസത്തിന് മുമ്പോ ഒക്കെ എടുത്ത വീഡിയോ ആണ്. ഡേറ്റും അതൊന്നും അതിനകത്ത് മെൻഷൻ ചെയ്യുന്നില്ല. ഒരു മൊബൈലിൽ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണ്. സെൽഫായിട്ട് ആ തീവ്രവാദി തന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് അവൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ആ ഡയലോഗ് ഞാനിവിടെ പ്ലേ ചെയ്യുന്നില്ല, പക്ഷേ പറഞ്ഞു വെച്ചിരിക്കുന്ന വിഷയം ഇതാണ്. അതായത് ഞാൻ ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ്, അതായത് ദൈവം എന്നിലേക്ക് കൽപ്പിച്ചിരിക്കുന്ന ആ ഒരു ഓർഡറാണ് ഞാനിവിടെ നടപ്പിലാക്കുന്നത്, എൻ്റെ സമയം തീരുമാനിക്കുന്നത് അങ്ങേരാണ്, ഞാനല്ല. അപ്പോൾ അത് ഏത് സമയം എവിടെ വെച്ച് എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനങ്ങളൊക്കെ തീരുമാനിക്കുന്ന അങ്ങേരാണ്, ഞാനല്ല. ഞാൻ ജസ്റ്റ് അതിന് നിമിത്തമാകുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഒമർ മാത്രമല്ല, ഇതേപോലെ ആശയത്തിൽ നിൽക്കുന്ന എല്ലാ ആൾക്കാരും ഇതേ മെൻറ്റാലിറ്റിയിൽ ഉള്ളതാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്, ഇത് മറ്റുള്ളവരെയും കൂടി പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ക്ലിപ്പിംഗ്സ് ആണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്, പക്ഷേ അതിൻ്റെ വോയിസ് ഞാനിവിടെ പ്ലേ ചെയ്യുന്നില്ല. അതുപോലെ അമേരിക്ക ഈ ഖാലിസ്ഥാനികൾ, ഈ പഞ്ചാബ് പ്രൊവിൻസിലുള്ള കുറച്ച് ആൾക്കാർ, ഈ ബിഷ്ണോയ് ടീമിൽപ്പെട്ട കുറച്ച് ആൾക്കാർ, അൻമോൾ ബിഷ്ണോയ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഖാലിസ്ഥാനികളെ കുറേ ആൾക്കാരെ, ഏതാണ്ട് 12-ലധികം ആൾക്കാരെ അമേരിക്ക അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിർണായകമായിട്ടുള്ള 2 പേർ, ഈ ബിഷ്ണോയ് ടീമിൽപ്പെട്ട 2 പേരെ അമേരിക്ക ഇന്ത്യയിലേക്ക് എക്സ്ട്രാഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതം അറിയിച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ അവരെ ഇന്ത്യയിലേക്ക് കൈമാറുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. വളരെ നല്ല തീരുമാനം. കാരണം കാനഡ ഇതുവരെ അങ്ങനത്തെ തീരുമാനങ്ങൾ എടുത്തിട്ടില്ല. ഇൻഫാക്റ്റ് UK പോലും അങ്ങനത്തെ തീരുമാനങ്ങൾ എടുത്തിട്ടില്ല. പക്ഷേ അമേരിക്ക ഇത്തവണ ഈ തീരുമാനം എടുത്തിട്ടുണ്ട്. ഓൾറെഡി തന്നെ നമുക്ക് മറ്റൊരു കേസിൽ 2008 താജ് ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കേസിൽ പ്രതിയായിട്ടുള്ള റാണ എന്ന് പറഞ്ഞവനെ നമുക്ക് ഓൾറെഡി തന്നെ എക്സ്ട്രാഡിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അടുത്ത് 2 പേരും കൂടി നമുക്ക് കിട്ടുകയാണ്. ഇത് താജ് ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ടതല്ല, അല്ലാതെ തന്നെ ഇവിടെ ഇന്ത്യക്കുള്ളിൽ മറ്റു പല കേസുകൾ, ക്രിമിനൽ കേസുകളിൽ പെട്ട വ്യക്തികളാണ് ഈ 2 പേരും. ആ കേസ് രേഖകൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കുള്ളിൽ എന്താണോ ഇവർ ചെയ്ത കുറ്റകൃത്യം അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് രേഖകളെല്ലാം തന്നെ വെച്ചിട്ടാണ് നമ്മൾ എക്സ്ട്രാഡിഷൻ ഫോം സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സ്റ്റേറ്റസ് ഇപ്പോൾ അപ്രൂവ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് വൈകാതെ തന്നെ ഈ 2 പേരെയും കൈമാറുമെന്നാണ് പറയുന്നത്. ചൈനയ്ക്ക് മുകളിൽ ഒരു സമ്മർദ്ദം, ഈ ചൈനയ്ക്ക് മുകളിൽ സമ്മർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചൈന അമേരിക്കയുമായിട്ട് ചർച്ച നടത്തിയെങ്കിലും റെയർ എർത്ത് എലമെൻറ്റ്സ് പൂർണ്ണമായിട്ടും കയറ്റി അയക്കുന്നില്ല. ഇടയ്ക്ക് മറയ്ക്കൊക്കെ കുറച്ചൊക്കെ അയക്കുന്നുണ്ട്. ഗാലിയം പോലത്തെ മെയിനായിട്ടുള്ള എലമെൻറ്റ്സ് ഒന്നും തന്നെ അയക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ സംഭവിച്ചിരിക്കുന്നു പറഞ്ഞാൽ, ചൈനയുടെ ഇലക്ട്രോണിക് വാഹനങ്ങളുടെ മുകളിലും അതേപോലെ ചിപ്പ് മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് സാമഗ്രികൾ, സ്പെയർ പാർട്സുകൾ, കമ്പോണൻസ്, ഇതിൻ്റെ എല്ലാം മേലിൽ സമ്മർദ്ദം കൊടുക്കുകയാണ്. സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ഇഷ്യൂസ്, അനാവശ്യമായിട്ടുള്ള കോൺസ്പിറസി ക്രിയേറ്റ് ചെയ്യുകയാണ് എന്നാണ് ചൈന പറയുന്നത്. പക്ഷേ അതേസമയം ഈ വെസ്റ്റേൺ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് UK, ഇസ്രായേലാണ് ഇതിന് തുടക്കം കുറിച്ചത്. അമേരിക്ക ഓൾറെഡി തന്നെ പറഞ്ഞു കഴിഞ്ഞു. എലോൺ മസ്ക് ഒക്കെ ഇനി ടെസ്ല വാഹനം ചൈനയുടെ കമ്പോണൻസ് ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ നിർമ്മിക്കാൻ പറ്റും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാനുഫാക്ചറിങ് യൂണിറ്റ് മറ്റു പല രാജ്യങ്ങളിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ചിന്തിക്കുന്നുണ്ട് എലോൺ മസ്ക്. അതിലുപരിയായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അത് UK നിന്നും വന്നിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ, UKയുടെ മിനിസ്റ്റേഴ്സ് അതേപോലെ ലോർഡ്സ് മെമ്പേഴ്സ്, അപ്പോൾ UKയുടെ മിനിസ്റ്റേഴ്സും ലോർഡ് മെമ്പേഴ്സ് എല്ലാം തന്നെ, പാർലമെൻറ്റ് അംഗങ്ങളെല്ലാം തന്നെ ചൈനീസ് വാഹനങ്ങൾ ഉപയോഗിക്കരുത്. ഇനി അഥവാ നിങ്ങൾ ചൈനീസ് വാഹനം ഉപയോഗിക്കുന്നെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു കമ്മ്യൂണിക്കേഷനും നടത്താൻ പാടില്ല. പ്രത്യേകിച്ച് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻസ് ഒന്നും തന്നെ നടത്താൻ പാടില്ല എന്നുള്ള ഒരു നോട്ടീസാണ്, ഒരു മെമ്മോയാണ് കൊടുത്തിരിക്കുന്നത്.
ഇതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നിർബന്ധിതമായിട്ട് ഇവരെല്ലാം തന്നെ ചൈനീസ് വാഹനങ്ങൾ റീപ്ലേസ് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് ഇവർ എത്തിപ്പെടും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ലോകത്തുള്ള പല വാഹനങ്ങൾ മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനികളും ചൈനീസ് കമ്പോണൻ്റാണ് ഉപയോഗിക്കുന്നത്. ഒരു പക്ഷേ വോക്സ് വാഗൻ ജർമ്മനിയുടെ ആയിരിക്കാം, പക്ഷേ അതിനകത്ത് പല കമ്പോണൻസും ചൈനയുടെയാണ്. ഇതുപോലെ പല രാജ്യങ്ങളിൽ നിന്നും ഇറങ്ങുന്ന പല വാഹനങ്ങളുടെയും ഉള്ളിൽ ചൈനീസ് കമ്പോണൻസ് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത് ചൈനയുടെ മേളിൽ ഒരു സമ്മർദ്ദം, അതായത് അമേരിക്കയ്ക്ക് വഴങ്ങുക, ഇല്ലാന്നുണ്ടെങ്കിൽ അമേരിക്ക അവർക്ക് വേണ്ടപ്പെട്ട രാജ്യങ്ങളെ വെച്ചിട്ട് ഇങ്ങനെ സമ്മർദ്ദ തന്ത്രത്തിൽ നിങ്ങളെ കുരുക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ രീതിയിലുള്ള പ്രഷറാണ് ഇപ്പോൾ ചൈനയുടെ മേളിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചൈന വഴങ്ങുന്ന മട്ടില്ല. ചൈനയും ജപ്പാനും തമ്മിൽ ഇന്നലെ ചർച്ച നടത്തി. തായ്വാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ചൈനയുടെ ഫോറിൻ മിനിസ്റ്റർ വാങ് യി പറഞ്ഞിരിക്കുന്നത് ജപ്പാന്റെ ഹയർ ഒഫീഷ്യലുമായിട്ടാണ് ചർച്ച നടത്തിയത്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജപ്പാൻ എന്ന് പറഞ്ഞത് ഞങ്ങൾ പല സ്റ്റേറ്റ്മെന്റുകളും പറയും, പുതിയ പ്രൈം മിനിസ്റ്ററാണ്, അപ്പം കുറച്ച് അഗ്രസീവായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞേ ഉള്ളൂ, നിങ്ങളൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ട, അപ്പോൾ അതുകൊണ്ട് ടൂറിസം ഒക്കെ നടക്കട്ടെ, നിങ്ങൾ ചൈനക്കാരെ ജപ്പാനിലേക്ക് വരുന്ന ആ ഒരു വിഷയം പറഞ്ഞ് വിലക്കണ്ട എന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ വാങ് യി കൃത്യമായിട്ടുള്ള മെസ്സേജ് കൊടുത്തിട്ടാണ് വിട്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ തായ്വാനെ കുറിച്ചുള്ള ടോപ്പിക് ഒഴിവാക്കുക, ഇതാണ് വാങ് യി പറഞ്ഞത്. കാരണം തായ്വാൻ ചൈനയുടെയാണ്. തായ്വാൻ എന്ന് പറയുന്നത് ചൈനയുടെ ഇൻ്റഗ്രേറ്റഡ് പാർട്ടാണ്. അത് അവർ വളരെ വ്യക്തമായിട്ട് വാങ്ങി പറയുന്നുണ്ട്. ഞങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ രാജ്യത്തിന് മേളിൽ ആക്രമണം നടത്തുന്നത്? ഞങ്ങൾ ചിലപ്പോൾ ചില മിലിറ്ററി പരേഡുകൾ, ഡ്രിൽ, മോബ് ഡ്രിൽ, നേവൽ ഡ്രിൽ ഇതെല്ലാം ഞങ്ങൾ നടത്തും എന്ന് പറഞ്ഞിട്ട് ജപ്പാൻ തായ്വാന് വേണ്ടിയിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ തായ്വാന്റെ സ്പോക്സ് പേഴ്സൺ ആവണ്ട എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള മെസ്സേജാണ്. അവർ തായ്വാൻ ചൈനയുടെയാണ്, അത് ഞങ്ങളുടെ രാജ്യമാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയി യുദ്ധമൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഞങ്ങൾ എന്ത് തായ്വാനെ കയറി പിടിച്ചോ? ഇല്ലല്ലോ. ഞങ്ങൾക്ക് അതിനെ എങ്ങനെ സംരക്ഷിക്കണം എന്നറിയാം. മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ഈ മെസ്സേജ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് അമേരിക്ക അവിടെ കൂടുതൽ ഇടപെടുന്നു. മറ്റുള്ള രാജ്യങ്ങൾ ചൈനയ്ക്കെതിരെയുള്ള ഡിപ്ലോമസി കളിക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥലം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ചൈനയുടെ കൺസേൺ. ആ കൺസേൺ ആണ് ഇടയ്ക്കിടയ്ക്ക് ചൈന പ്രകടിപ്പിക്കുന്നത് എന്നുള്ള തരത്തിലായിരുന്നു വാങ് യിയുടെ റെസ്പോൺസ്. ഈ ISIS എന്ന് പറഞ്ഞ ഈ തീവ്ര നിലപാടുള്ള സംഘടനയുണ്ടല്ലോ, ആ സംഘടന പറഞ്ഞിരിക്കുന്നത്, അതായത് UK ഒരു സൈഡിൽ ചൈനയെ ഭയങ്കര സ്പൈ ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേടിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്, അതൊരു സൈഡിൽ കോൺസ്പിറസി തിയറി ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന UK. ISIS പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ UK-ക്കുള്ളിൽ ഞങ്ങളുടെ ഈ ജിഹാദ് ചെയ്യുന്ന ആൾക്കാർ കുറച്ചുണ്ട്, അപ്പോൾ ഞങ്ങൾ പുതിയ ഹയറിങ്, നമ്മളുടെ പുതിയ റിക്രൂട്ട്മെന്റ് ഞങ്ങൾ UK-യിൽ നിന്നാണ് തുടങ്ങാൻ പോകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിനേക്കാളും ഇനി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരാനുണ്ടോ UK-ക്ക്? UK ഇപ്പോൾ അതാ തീവ്രവാദത്തിന് ആൾക്കാരെ അവിടെ നിന്ന് റിക്രൂട്ട് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് ഈ തീവ്രവാദികളുടെ ഒരു ഹബ്ബ്. ശരിക്കും നമ്മളുടെ ഒരു കാഴ്ചപ്പാടിൽ തീവ്രവാദികളുടെ ഹബ്ബ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മെയിനായിട്ട് തുർക്കിയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. തുർക്കിക്ക് അപ്പുറം നമ്മൾ ചിന്തിക്കുന്നത് ഖത്തർ, അതേപോലത്തെ 1-2 രാജ്യങ്ങൾ. പക്ഷേ ഇന്ന് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ ഡിപ്ലോമാറ്റിക് ബന്ധങ്ങളുള്ള രാജ്യം എന്ന് നോക്കുമ്പോഴത്തേക്കും തുർക്കി തന്നെയാണ്. തുർക്കി തന്നെയാണ് നമ്പർ 1 ഈ ഒരു വിഷയത്തിൽ. അത് കഴിഞ്ഞാൽ ഇറാഖ്, ഇറാൻ, അങ്ങനെയൊക്കെ വ്യത്യസ്ത തലത്തിലുണ്ട്. പക്ഷേ മെയിനായിട്ടും തുർക്കിയാണ് ഇതിൻ്റെ കീ പോയിന്റ്. UK-യുടെ ഹോം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്, ഷബാന മെഹ്മൂദ് എന്നാണ് പുള്ളിക്കാരുടെ പേര്. പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്നത്, അങ്കോല, കോങ്കോ, നമീബിയ പോലത്തെ ആഫ്രിക്കൻ റീജിയനിൽ നിന്ന് വരുന്ന രാജ്യങ്ങളിൽ നിന്നെല്ലാം വരുന്ന റെഫ്യൂജികൾ അവരുടെ രാജ്യങ്ങൾ തിരിച്ചെടുക്കുന്നില്ല. അതായത് അവരെ UK തന്നെ ഏറ്റെടുക്കണമെന്നുള്ള നിലപാടാണ് ഈ രാജ്യങ്ങൾക്കൊക്കെ ഉള്ളത്. മറ്റുള്ള രാജ്യങ്ങൾ, അതായത് ഇന്ത്യ പോലത്തെ രാജ്യങ്ങൾ, മറ്റുള്ള ഏഷ്യൻ സൈഡിൽ കിടക്കുന്ന രാജ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എംബസി സപ്പോർട്ട് ചെയ്ത് അവരെ തിരികെ കൊണ്ടുപോകാൻ അവർ സഹകരിക്കുന്നുണ്ട്. പക്ഷേ ഈ രീതിയിലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങൾ സഹകരിക്കുന്നില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ റെഫ്യൂജികളുമായിട്ട് ബന്ധപ്പെട്ട നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അതായത് ന്യൂ റെഫ്യൂജി പോളിസി അത് കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ഈ ആഫ്രിക്കൻ റെഫ്യൂജികളെ കൊണ്ട് 2 രാജ്യം ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 1 ഫ്രാൻസ്, 2 ഇറ്റലി. ആ തെരുവുകളിൽ നടക്കാൻ പറ്റുന്നില്ല. മോഷണം, പിടിച്ചുപറി, കാറിന്റെ ജനലടിച്ച് പൊട്ടിക്കൽ, കാറിന്റെ ചില്ലുകൾ അടിച്ച് തകർക്കൽ, ഇങ്ങനെയുള്ള പല സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ വെളിയിൽ വരുന്നതെന്ന് വെച്ചാൽ യെസ് വെളിയിൽ വരുന്നുണ്ട്, പക്ഷേ വേണ്ട രീതിയിൽ ഏഷ്യൻ സൈഡിലുള്ള മീഡിയ ഒന്നും ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ ഇറ്റലിയും ഫ്രാൻസും ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇനി രഹസ്യമായിട്ട് റഷ്യയും അമേരിക്കയും തമ്മിലൊരു ഡീൽ, പ്രിസണേഴ്സ് സ്വാപ്പിംഗ്. അത് ശരിക്കും പറഞ്ഞാൽ കുറേ റഷ്യക്കാരെ സ്പൈ കേസ് ആരോപിച്ച് തായ്ലാൻഡിൽ വെച്ചിട്ട് അറസ്റ്റ് ചെയ്ത് അത് അമേരിക്കയിലേക്ക് എക്സ്ട്രാഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തായ്ലാൻഡിൻ്റെ സപ്പോർട്ടോടുകൂടി പിടികൂടിയ ഈ റഷ്യൻ പ്രിസണേഴ്സിനെ വെച്ചുകൊണ്ട് അമേരിക്ക റഷ്യയോട് വിലപേശുകയാണ്. കാരണം കുറച്ച് അമേരിക്കൻ പൗരന്മാരായിട്ടുള്ള ആൾക്കാർ റഷ്യയുടെ കസ്റ്റഡിയിലുണ്ട്. അപ്പോൾ ഇത് വെച്ച് രണ്ടുപേരും കൂടെ വിലപേശിയിട്ട് ട്രംപും പുടിനും തമ്മിൽ ഈ പ്രിസണേഴ്സ് സ്വാപ്പിംഗ് നമുക്ക് അറേഞ്ച് ചെയ്യാമെന്ന് ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ രഹസ്യമായിട്ട് തന്നെ ഈ ഒരു തീരുമാനം ഓക്കെ ആയിട്ടുണ്ട്. വൈകാതെ തന്നെ ഇത് പബ്ലിഷ് ചെയ്യും ഈ ഒരു വാർത്ത, റഷ്യയും അമേരിക്കയും തമ്മിൽ പ്രിസണേഴ്സ് സ്വാപ്പ്. പിന്നെ ഈ നാറ്റോ രാജ്യങ്ങളുടെ ആ ഒരു മാപ്പ് നിങ്ങൾ കണ്ടോളൂ. ഈ നാറ്റോ രാജ്യങ്ങളുടെ ഏരിയയിൽ ബൾഗേറിയ, റൊമാനിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതെല്ലാം ഒട്ടാകെ ചേർത്തുകൊണ്ട്
വലിയ രീതിയിലുള്ള ഒരു മിലിറ്ററി ഡ്രിൽ വരുന്ന ഒരു 30 ദിവസത്തേക്ക് പ്ലാൻ ചെയ്യാണ്. അതായത് നവംബർ ഡിസംബർ 2 മാസങ്ങളും കൂടി ഷെയർ ചെയ്തിട്ടുള്ള ഡേറ്റുകളിലാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ വലിയ രീതിയിലുള്ള മിലിറ്ററി ഡ്രിൽ എന്തിനാണെന്ന് പറഞ്ഞാൽ ഇത് റഷ്യക്കെതിരെ തന്നെയാണ്. ശരിക്കും അവരുടെ ഒരു മിലിറ്ററി സ്ട്രെങ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ശരിക്കും ഈ ഒരു മഞ്ഞുകാലത്ത് റഷ്യ നല്ല രീതിയിലുള്ള ആക്രമണങ്ങളാണ് നടത്തുന്നത് ഉക്രൈൻ്റെ ഉള്ളിൽ. ഇന്നലെ ഉക്രൈൻ റഷ്യയുടെ 3 എനർജി സ്റ്റേഷനെ ടാർഗറ്റ് ചെയ്തപ്പോൾ ഉക്രൈൻ്റെ ഉള്ളിൽ റഷ്യ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ, പല ട്രാൻസ്ഫോമേഴ്സ്, സബ് സ്റ്റേഷൻസ് കീവിൻ്റെ ഉള്ളിൽ തന്നെ അടിച്ച് നിരപ്പാക്കി കൊടുത്തിട്ടുണ്ട്. പവർ കട്ട് എന്ന് പറഞ്ഞാൽ കൂരിരുട്ടാണ് ഉക്രൈൻ്റെ ഉള്ളിൽ. ഇതാണ് നിലവിലെ അവസ്ഥ. അപ്പം കുറേയധികം വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.